Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം പ്രത്യേകമായി ഒരു കൃപ തന്ന് ചേർത്തിരുത്തിയിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്താണ് ചോദിക്കേണ്ടത്? എന്താണ് അന്വേഷിക്കേണ്ടത്? എന്താണ് മുട്ടേണ്ടത്? 11-ാം അധ്യായം 13-ാം തിരുവചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി അന്വേഷിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടണം. ഇതാ നമ്മളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവെ, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ ചൊരിയണം. ഇന്നലകളിൽ കിട്ടിയത് പോരാ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവെ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ ചൊരിയാൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നന്നായി ഒന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം എന്റെ മേല് അതിശക്തമായിട്ട് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കൈയടിച്ചു പാടാം എല്ലാവരും ശക്തിയോടെ. പുത്തനഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. ചേർന്ന് പാടിക്കേ. പുത്തനഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. ചേർന്ന് ചേർന്ന്. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. പരിശുദ്ധ റൂഹായേ. ആമേൻ. അഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. പരിശുദ്ധ റൂഹായേ. ഈ സമയം തന്നെ അഭിഷേകം പകരണമേ. പങ്കെടുക്കുന്ന സകല ദൈവജനത്തിന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. നിന്റെ ജീവിതം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോളൂ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഓ കർത്താവേ, മഹത്വം, 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 മഹത്വം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാവരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പിയൊന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അടുത്ത് നിൽക്കുന്നവർക്ക് ഈ സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് ഒന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇരിക്കാം. എന്നിട്ട് ആ ബൈബിള് നോട്ട്ബുക്കൊക്കെ എടുത്തേ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ട് ഒരു വചനം പഠിപ്പിക്കുകയാണ്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 15, 16, 17. നമ്മൾ ഈ വചനങ്ങളിൽ കാണുന്നത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയെ ധ്യാനിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു പ്രബോധനമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പലരുടെയും അവസ്ഥ. ആ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 15, 16, 17. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 വേഴ്സ് 15, 16 and 17. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു:
അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാ ഇങ്ങോട്ട് നോക്കിയേ, നമ്മിൽ പലരും മ്ലാനവദനരാണ്. സത്യമല്ലേ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അകത്തെ വല്ലാത്ത ഒരു മ്ലാനത നമ്മിൽ പലർക്കും ഉണ്ട്. അവർ മ്ലാനവദനരായിരുന്നു. ആരെക്കുറിച്ചാണ്? ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അവർ വലിയ ഒരു സങ്കടത്തിലായിരുന്നു, അവർ വലിയൊരു ഭാരത്തിലായിരുന്നു. ആ ഉള്ളിലെ ഭാരം അവരുടെ മുഖത്ത് സാവധാനം പ്രകടമായിരുന്നു. അല്ലേ? നമുക്കറിയാലോ, ഈ ഉള്ളിലുള്ളത് നമ്മുടെ മുഖത്തും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും. മലയാളത്തിൽ പറയും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയും. ഉള്ളിലുള്ള അവസ്ഥ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭയമാണ് ഉള്ളിലുള്ളതെങ്കിൽ നമ്മുടെ ശരീരം അതനുസരിച്ച് പ്രതികരിക്കും. ഇപ്പം സങ്കടമാണെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ മുഖത്ത് ആ സങ്കടം, ദുഃഖം, ഇപ്പോൾ സങ്കടകരമായൊരു വാർത്ത കേൾക്കുമ്പോൾ കരച്ചിൽ വരും. നമ്മളെക്കുറിച്ച് മോശപ്പെട്ടൊരു കാര്യം മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മൾ നിവർന്ന് നടക്കാൻ ബുദ്ധിമുട്ട് വരും, തല താഴ്ത്തി നടക്കും. കാരണം നമ്മുടെ ഉള്ളിലെ വല്ലാത്തൊരു സങ്കടം അങ്ങോട്ട് കയറി. നമ്മുടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അവർ മ്ലാനവദനരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം കായേനോട് ചോദിക്കും. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 6, 4-ാം അധ്യായം 6-ാം തിരുവചനം. ചോദ്യം ഇതാണ്: നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? അടുത്തിരിക്കുന്നവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഒന്ന് ചോദിച്ചേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ചിലപ്പോൾ തിരിച്ചവർ ചോദിക്കും, അല്ലേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത്, മ്ലാനമദനരായിരിക്കുന്നത് എന്തുകൊണ്ട്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എന്താണ് നിന്റെ സങ്കടം? എന്താ നിന്റെ ഭാരം? പ്രിയപ്പെട്ടവരെ, നിന്റെ ഈ ഭാരം, നിന്റെ ഈ സങ്കടത്തിൽ യേശു കൃത്യമായി ഇടപെടുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട ഈശോ ഇതാ നിന്നിലും ഇടപെടുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ഇരിക്കുന്ന ഓരോരുത്തരും ആ വലതുകരം നെഞ്ചിൽ വെച്ചിട്ട് ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, 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 ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലെ, ഓ കർത്താവേ, എന്നിലും ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ പറയുകയാണ്, അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അവരോടൊപ്പം. നീ ഓർക്കണം, നിന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന യേശു നിന്റെ പുറകിലല്ല, നിന്റെ മുമ്പിലും അല്ല, മറിച്ച് നിന്നോടൊപ്പം, നിന്റെ ജീവിത അവസ്ഥയറിഞ്ഞ് നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന യേശു. സത്യമായും ഈ ശുശ്രൂഷ സമയത്തിൽ നിനക്കും അത് അനുഭവിക്കാൻ പറ്റട്ടെ. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന യേശു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിപ്പോൾ ഈ ഭൂമിയിൽ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, നിന്റെ അവസ്ഥയറിഞ്ഞ് നിന്റെ തൊട്ടടുത്ത് യേശു നിന്നോടൊപ്പമുണ്ട്. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും, മ്ലാനവദനമായ നിന്റെ ജീവിതത്തിൽ നിന്റെ തൊട്ടടുത്ത് യേശു നിന്നോടൊപ്പമുണ്ട്. ആമേൻ, 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 ആമേൻ. നിന്റെ അവസ്ഥയറിഞ്ഞ് ഇതാ നിന്റെ കൂടെയുള്ള ഈശോ. കഴിഞ്ഞ ദിവസം പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു സന്ദേശം നൽകി. കൃത്യമായി അത് ദൈവജനത്തിൻ്റെ മുമ്പിൽ പങ്കുവെച്ചു. അതിങ്ങനെയായിരുന്നു: ജീവിത പങ്കാളിയുടെ വേർപാട് താങ്ങാനാവാതെ കരഞ്ഞ്
സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ ഇതാ ഈശോ തൊടുന്നു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ കഴിഞ്ഞ് സങ്കീർത്തിയിലെത്തിയപ്പോൾ അവിടെ അതാ ഒരു സഹോദരി ഈ കൈ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ സഹോദരി എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാ. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? എനിക്ക് മനസ്സിലാവണില്ല. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്രതീക്ഷിതമായ വേർപാട് താങ്ങാനാവാതെ ദിവസങ്ങളായി സങ്കടത്തിലും വിലാപത്തിലുമാണച്ഛാ. ഇന്നിവിടെ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ ഇടവകയിലെ കന്യാശ്രീ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ആ സിസ്റ്ററിൻ്റെ നിർബന്ധം കൊണ്ട് ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വന്നതാ. അച്ഛാ, ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ സങ്കടം അറിയുന്ന, എൻ്റെ അവസ്ഥയറിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ അവസ്ഥയറിഞ്ഞ് നിന്റെ പക്കൽ ഇടപെടുന്ന സർവശക്തനായ ദൈവം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മ്ലാനവധനമായ ജീവിതാവസ്ഥയ്ക്ക് മുമ്പിൽ ഉത്തരം നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ലോകമെമ്പാടും ശുശ്രൂഷ കേന്ദ്രങ്ങളിലും പരിശുദ്ധ കുർബാനകളിലുമൊക്കെ വെളിപ്പെടുന്ന ആത്മീയ സത്യവും അതുതന്നെയാണ്. ഇതാ യേശു നിന്നോടൊപ്പം നിന്റെ അവസ്ഥയെറിഞ്ഞ് സഞ്ചരിക്കുന്നു. ഇങ്ങനെ നിന്റെ കൂടെയുള്ള ഈശോയോട് നീ എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയോ? വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കും. ഇതാ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 29 തിരുവചനം, ചാപ്റ്റർ 24 വേഴ്സ് 29, 29 തിരുവചനം. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിച്ചു. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റ ശൈലി നമുക്കൊക്കെ വേണം. നിർബന്ധിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ഉള്ളിൽ അത്രമേൽ വലിയ താല്പര്യം, സ്നേഹം യേശുവിനോടുണ്ടാവട്ടെ. നിന്റെ അവസ്ഥയറിഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനെ ചേർത്ത് പിടിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ 1 സ്ഥാനം യേശുവിന് കൊടുക്കണം. അങ്ങനെ നീ കൊടുക്കുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നിന്റെ കണ്ണ് തുറക്കപ്പെടും. വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. 24 അധ്യായം 30 തിരുവചനം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ മ്ലാനവദനമായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണ്ടേ? കൂടെയുള്ള ഈശോയുടെ സാമീപ്യം അനുഭവിക്കണ്ടേ? എന്താ വേണ്ടേ? ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോവിനെ വട്ടം പിടിച്ചോണം. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശിഷ്യന്മാർ നിർബന്ധിച്ചു. ലൂക്കാസ് വിശേഷകൻ വെറുതെ എന്തെങ്കിലും എഴുതാൻ വേണ്ടി എഴുതി വെച്ച വാക്കല്ല നിർബന്ധിച്ചു എന്നുള്ളത്, മറിച്ച് ചേർത്ത് പിടിച്ചു എന്നുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് എന്തുവാവട്ടെ, സംഭവിച്ചത് സംഭവിച്ചു. ഇനി അത് എണ്ണിപ്പെറുക്കാൻ പോകണ്ട. എണ്ണിപ്പെറുക്കാൻ പോയാൽ അതിനേ സമയമുള്ളൂ. മറിച്ച് എന്ത് ചെയ്യാം? നമ്മുടെ കൂടെയുള്ള ഈശോയെ നമുക്ക് വട്ടം ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകന് നാഥനുമായി നമുക്ക് ഉറപ്പിക്കാം. യേശു കൂടെയുള്ളപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ പ്രവൃത്തികളിൽ, സംസാരങ്ങളിൽ, ജീവിത അന്തരീക്ഷത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് വരെ അടഞ്ഞു കിടന്ന വഴികൾ ദൈവം തുറന്നു തരും. യെശയ്യാ പ്രവചനം 22:22. ഇതാ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റിയല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ തുറക്കുന്നതും അടയ്ക്കുന്നതും യേശു ക്രിസ്തുവാണെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ രക്ഷ, അനുഗ്രഹം തുറക്കുന്ന യേശു, നിന്റെ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ അടയ്ക്കുന്ന യേശു നിന്നോടൊപ്പമുണ്ട്. ഹൃദയത്തിൽ അങ്ങനെ ചേർത്ത് വെച്ചോണം. ഇത് ചേർത്ത് വച്ചാൽ എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ സെക്കൻഡിലും ഈ വലിയ തുറവി, ഹൃദയത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ നിന്നെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മ്ലാനവദനമായ വാടിയിരിക്കുന്ന ജീവിതാവസ്ഥയിലും യേശു കൂടെയുണ്ട്. ചേർത്ത് പിടിച്ചാൽ കണ്ണ് തുറക്കപ്പെടുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിൻ്റെ നാളുകളാണ് ഈ നാളുകൾ. ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തിക്കോളൂ. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പരിശുദ്ധ ആരാധന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും, കർത്താവേ, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇടപെടണമേ, അത്ഭുതകരമായി ഇടപെടണമേ. പ്രിയപ്പെട്ടവരെ, ഈ ഇടപെടൽ നമുക്ക് അനുഭവിക്കാം. ദൈവസമർത്ഥമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. ഇരുൾ വീഴും വീഥിയിൽ ഒളി തൂകും ദീപമായി, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. ചേർന്ന് പാടാം. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് ഈശോട് പറയേണ്ട ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഈശോയെ കൂടെ വസിക്കണമേ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ മ്ലാനവദനരായിരുന്നു, സങ്കടത്തിലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ സങ്കടത്തെ മാറ്റി അവരുടെ കണ്ണു തുറന്നു. നിന്റെ ജീവിതാവസ്ഥയിലെ മ്ലാനമായ, സങ്കടമായ അവസ്ഥ കണ്ട് നിന്റെ കൂടെ വന്ന് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യം. ഈശോയോട് നമുക്ക് പറയേണ്ടത്, ഈശോയെ, ഒരിക്കലും നിന്നെ വിട്ടു പോവാൻ എന്നെ അനുവദിക്കരുതേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചൊരു നിമിഷം ചിന്തിച്ചു നോക്കുക. എന്താണ് നിന്റെ ജീവിത അവസ്ഥ? ഏത് ദുഃഖമാണ് നിന്നെ ഭരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് നീ കുരുങ്ങിക്കിടക്കുന്നത്? എന്താണ് നിന്റെ ആകുലത? ഇതാ ഈശോ നിന്റെ കൂടെ വന്ന് നിന്നെ അനുഗ്രഹിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ മനസ്സിൽ കാണണം. ആ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളെ വിട്ടു പോകരുതേ, ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. യേശുവിനെ കൂടെ കൂട്ടാൻ അവർ ആഗ്രഹിച്ചു, അവർ നിർബന്ധിച്ചു. ഈശോ അവരോടൊത്ത് വസിച്ചു. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പുമ്പോൾ നിന്റെ മനസ്സിൽ നീ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു, ഏറ്റുപറയുന്നു. ബാക്കിയുള്ളതെല്ലാം അതിനുശേഷം മാത്രം. കർത്താവേ, നീ എൻ്റെ കൂടെയുണ്ട്,
നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ എനിക്ക് ഇടവരല്ലേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഇതെൻ്റെ തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികൾ ഇതെൻ്റെ തീരുമാനമാണ്. എൻ്റെ അവസ്ഥ കണ്ട് എന്നോടൊപ്പം നടക്കുന്ന എൻ്റെ മ്ലാനമായ അവസ്ഥയെ മാറ്റിമറിക്കുന്ന യേശുവേ, ഈ ശുശ്രൂഷ സമയം ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ ഇടവരല്ലേ. കൂടെ എന്നുമായിരിക്കാൻ കർത്താവേ കൃപയുണ്ടാകണമേ. കരങ്ങൾ കൂപ്പി ഈശോ നോക്കിക്കൊണ്ട് ഈ ഗാനത്തിന്റെ വരികൾ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കൂടെ വസിക്കണേ, പോകരുതേ യേശുവേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. യേശുവേ. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഒരു തീരുമാനമായിട്ട് യേശുവിനോട് പറഞ്ഞേ, ചേർന്ന് പാടിക്കേ. വസിക്കണേ, പോകരുതേ. യേശുവേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ ജീവിതത്തെ, ഈ കൂട്ടുകെട്ടിനെ തകർക്കുന്ന, യേശുവിനോടുള്ള ബന്ധത്തെ തകർക്കുന്ന ഏതെങ്കിലും വിഷയം നിന്റെ ഉള്ളിലുണ്ടോ? ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളോടുള്ള ബന്ധങ്ങളായിരിക്കും, ഏതെങ്കിലും സാധനങ്ങളോടുള്ള അടുപ്പമായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ദുശീല പീഡകളായിരിക്കും. യേശുവേ, എന്നെ തകർക്കുന്ന, നിന്നോടുള്ള ബന്ധത്തെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയം എൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും ഭയങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ടോ? ആരോടെങ്കിലുമുള്ള വെറുപ്പ്, വിരോധം, അസ്വസ്ഥത നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഏതെങ്കിലും ജഡിക പാപ മേഖലകൾ നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഏതെങ്കിലും ദുശീലങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? തെറ്റായ ജീവിത വഴികൾ ഏതെങ്കിലും നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? മൊബൈൽ ഫോണിന്റെ അടിമത്തം, ഏതെങ്കിലും തരത്തിലുള്ള മദ്യം, മയക്കുമരുന്ന്, ഏതെങ്കിലും അടിമത്തം നിന്റെ ഉള്ളിലുണ്ടോ? ഇതാ ഈ അൾത്താരയിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ, ഇപ്പോൾ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നുള്ള ശക്തി എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ആ രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എല്ലാ തടസ്സങ്ങളും കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റണം. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, അനുസരണക്കേടിൻ്റെ ദുരാത്മാവായിരിക്കാം, പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ജീവിതത്തിൽ അസ്വസ്ഥയായി കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ട് ഈ ആശീർവാദം ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തുകൊള്ളുക. ഈ ആശീർവാദം നീ സ്വീകരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. അവിശ്വാസത്തോടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോ